14 വർഷങ്ങൾ. ഒരേ കുടുംബത്തിലെ 6 പേർ കൊല്ലപ്പെടുന്നു. ഈ കൊലപാതകങ്ങൾ ചെയ്തത് 2 കുട്ടികളുടെ അമ്മയായ, എല്ലാവർക്കും പ്രിയപ്പെട്ടയായ, കുടുംബനാഥയായ NIT കോളേജിലെ അധ്യാപികയുമായ ഒരു സ്ത്രീ. കൊല്ലപ്പെട്ടവരിൽ ഒരു പിഞ്ചു കുഞ്ഞും വയോധികരും ഭർത്താവും ഉൾപ്പെടെ 6 പേർ. സിനിമാ കഥയെ വെല്ലുന്ന ആർക്കും സംശയം തോന്നാത്ത പ്ലാനിംഗ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൂടത്തായി സീരിയൽ കില്ലർ സയനൈഡ് ജോളിയെ പറ്റിയാണ്. ആരാണ് ജോളി? എന്തിനാണ് അവർ ഈ കൊടും ക്രൂരതകൾ ചെയ്തത്? ഇടുക്കി ജില്ലയിലെ ഒരു ഉൾപ്രദേശത്താണ് ജോളി ജനിച്ചത്. സാമ്പത്തിക നിലവാരം വളരെ പിന്നിലായിരുന്നു. പഠനത്തിൽ ശരാശരി മാത്രമായിരുന്നു ജോളി. ജോളി റോയിയുടെ വീട്ടിലേക്ക് അയച്ച പ്രണയലേഖനത്തിൽ നിന്നാണ് വീട്ടിൽ പ്രണയം പിടിക്കപ്പെട്ടത്. MCOM വരെ പഠിച്ചിട്ടുണ്ടെന്ന് ജോളി റോയിയോട് പറഞ്ഞിരുന്നു. അകന്ന ബന്ധു എന്ന കാരണം കൊണ്ട് തന്നെ റോയിയുടെ പിതാവിന് ഈ കല്യാണത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ മകന്റെ ഇഷ്ടം അതായിരുന്നു ആ പിതാവിന് മുഖ്യം. അങ്ങനെ 1997 അവരുടെ വിവാഹം നടന്നു. വലിയ വീടും കാറുകളും മറ്റ് ആഡംബരങ്ങളുമെല്ലാം കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ജോളിക്ക് പുതിയ അനുഭവമായിരുന്നു. കല്യാണശേഷം വീട്ടിലെത്തിയ മരുമകളെ ആ കുടുംബം 2 കൈയും നീട്ടി സ്വീകരിച്ചു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ റോയിയുടെ അമ്മ ജോളിയോട് പറഞ്ഞു, മോള് MCOM വരെ പഠിച്ചതല്ലേ, നല്ലൊരു ജോലിക്ക് ശ്രമിച്ചുകൂടെ? പക്ഷേ ജോളി പ്രീ ഡിഗ്രി വരെയല്ലാതെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന സത്യം ആർക്കും അറിയില്ലായിരുന്നു. ഈ അപകർഷതാബോധം മറികടക്കാനാണ് ജോളി കോഴിക്കോട് NITയിൽ ഗസ്റ്റ് ലെക്ചറർ ആണെന്നും മാസം 40,000 രൂപ സാലറി ഉണ്ടെന്നും സ്വയം പ്രഖ്യാപിച്ചത്. രാവിലെ കാറിൽ സ്വയം ഡ്രൈവ് ചെയ്ത് NITയിലേക്കാണെന്ന മട്ടിൽ യാത്ര ചെയ്യുന്നതിൽ അവർ ഏറെ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. ഇതേസമയം അന്നമ്മയുടെ മൂത്ത സഹോദരന്റെ മകനായ MS മാത്യു എന്നൊരു സ്വർണ്ണക്കട ജീവനക്കാരനുമായി ജോളിക്ക് ബന്ധമുണ്ടായിരുന്നു. പണമിടപാടുകൾ ആണെന്നാണ് അന്ന് ജോളി എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഭർത്താവിന്റെ വീട്ടിൽ ജോളി അസൂയയോടെ കണ്ട വ്യക്തികളിൽ ഒരാളായിരുന്നു റോയിയുടെ മാതാവ് അന്നമ്മ. അത്രയേറെ സ്വാധീനവും അധികാരവും ഉണ്ടായിരുന്നു അന്നമ്മയ്ക്ക് ആ വീട്ടിൽ. ജോളിക്കും അധികാരവും സ്വാധീനവും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും സ്വന്തമാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്നമ്മ വലിയ തടസ്സമായി. അങ്ങനെയാണ് അവരെ ഇല്ലായ്മ ചെയ്യാൻ ജോളി പദ്ധതിയിടുന്നത്. വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ദിവസം അന്നമ്മയ്ക്ക് ജോളി വിഷം കൊടുത്തു. 2002 ജോളിയുടെ ആദ്യ കൊലപാതകത്തെ അധികാരത്തിന് വേണ്ടിയുള്ള ദുരാഗ്രഹമായി കണക്കാക്കാം. ആദ്യമായി ചെയ്യുന്ന കൊലപാതകമായതുകൊണ്ട് തന്നെ ജോളിക്ക് ഭയമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ കുറ്റകൃത്യത്തിൽ ജോളിക്ക് സന്തോഷമായിരിക്കാം പിന്നീടുണ്ടായിരുന്നത്. അന്നമ്മ മരിച്ചതോടെ പിന്നീട് പൂർണ്ണ അധികാരം ജോളിയുടെ കയ്യിൽ വന്നു. റോയിയുടെ സഹോദരിയുടെ പേരിൽ സ്വർണവും കുറച്ച് പണവും അന്നമ്മ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. ആ കാര്യം എഴുതിയ ഡയറി അവർക്ക് ലഭിക്കുകയുണ്ടായി. റോയിയുടെ സഹോദരിയോട് ഇതല്ലാതെ ഈ വീട്ടിൽ നിന്ന് വേറെ ഒരു വീതവും തരില്ല എന്ന് ജോളി പറഞ്ഞിരുന്നു. 2008 ജോളിയുടെ അടുത്ത നീക്കം. ജോളിയും ഭർത്താവ് റോയിയും താമസിച്ചിരുന്ന പുരയിടം റോയിയുടെ പിതാവ് ടോം തോമസിന്റെ പേരിലായിരുന്നു. ആ സ്വത്ത് തന്റെ പേരിൽ സ്വന്തമാക്കുന്നതായിരുന്നു ജോളിയുടെ അടുത്ത ലക്ഷ്യം. മാത്രമല്ല MS മാത്യുവുമായിട്ടുള്ള ബന്ധം ടോം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ടോം തോമസിനെ ഇല്ലാതെയാക്കാൻ ജോളി തീരുമാനിക്കുന്നത്. ടോം ദിവസവും കഴിക്കുന്ന മഷ്റൂം ഗുളികയിൽ സയനൈഡ് ചേർത്ത് വെച്ചു. അത് കഴിച്ച് ടോം വയ്യാതെയാവുകയും രക്ഷിക്കാനായി ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ജോളി തന്നെ സ്വയം എല്ലാവരോടും പറഞ്ഞു നടന്നു. അതുകൊണ്ട് ആരും തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറായില്ല. ജോളിയും റോയിയും തമ്മിൽ നിരന്തരം വഴക്കിട്ടിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ടോം തോമസിന്റെ ബന്ധുവും റോയിയുടെ കസിനുമായ ഷാജുവായിരുന്നു ജോളിയുടെ മനസ്സിൽ. അതിനാൽ തന്നെ റോയിയുടെ ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തുന്നതിൽ യാതൊരു പശ്ചാത്താപവും ഉണ്ടായിരുന്നില്ല ജോളിക്ക്. ജോലി നഷ്ടപ്പെട്ട റോയിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വന്ന അവസ്ഥയുണ്ടായി. MS മാത്യുവുമായിട്ടുള്ള ബന്ധത്തെ ചൊല്ലി റോയിയും ജോളിയും തമ്മിൽ പലതവണ വഴക്കുകളുണ്ടായിരുന്നു. ഒരു ദിവസം പതിവില്ലാതെ കുട്ടികളെ മുകളിലെ റൂമിൽ ജോളി ഉറക്കിക്കിടത്തി. വൈകി എത്തുമെന്ന് ഉറപ്പുള്ള റോയിക്ക് വേണ്ടി ചോറും കടലക്കറിയും ജോളി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. രാത്രിയിലെത്തിയ റോയി ഭാര്യയും കുട്ടികളും ഉറങ്ങുന്നത് കണ്ട് തീൻമേശയിൽ അടച്ചു വെച്ചിരുന്ന ഭക്ഷണം സ്വയം വിളമ്പി കഴിച്ചു. ജോളി അതിൽ കലർത്തിയിരുന്ന വിഷം ഉള്ളിൽ ചെന്ന് റോയിയും കൊല്ലപ്പെടുന്നു. കടഭാരം സഹിക്കവയ്യാതെ റോയി ആത്മഹത്യ ചെയ്തതാണെന്ന് ജോളി എല്ലാവരോടും പറഞ്ഞിരുന്നത്. പലരുടെയും നിർബന്ധപ്രകാരം റോയിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അതിൽ സയനൈഡ് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ആത്മഹത്യയാണെന്ന് ജോളി ഉറപ്പിച്ചു പറഞ്ഞതോടെ സഹോദരങ്ങളും കേസില്ല എന്ന് പോലീസിന് എഴുതി കൊടുത്തു. ടോം തോമസിന്റെ സഹോദരന്റെ മകനായിരുന്നു ഷാജു സക്കറിയ. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ആവശ്യത്തിന് സ്വത്തും പണവും എല്ലാം തന്നെ ഷാജുവിനുണ്ടായിരുന്നു. ഷാജുവിന്റെ ഭാര്യയെ നോക്കി എപ്പോഴും ജോളി പറയുമായിരുന്നു, സിലി എത്ര ഭാഗ്യവതിയായെന്ന്. ഷാജുവിനെ സ്വന്തമാക്കാനുള്ള വഴിയായാണ് അദ്ദേഹത്തിന്റെ 1 വയസ്സുള്ള കുഞ്ഞ് ആൽഫിനെയും ജോളി കൊലപ്പെടുത്തിയത്. 2014 ഷാജുവിന്റെ ആദ്യ മകനായ ആബലിന്റെ ആദ്യ കുർബാന ചടങ്ങിലായിരുന്നു എല്ലാവരും. പെട്ടെന്ന് ചുമയ്ക്കാൻ തുടങ്ങിയ കുഞ്ഞിനെ എല്ലാവരും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. ആ മരണത്തിന് ശേഷം 2016 ഷാജുവിന്റെ ഭാര്യ സിലിയും കൊല്ലപ്പെട്ടു. ഷാജുവിനെ സ്വന്തമാക്കാനുള്ള അവസാന വഴിയായിരുന്നു ജോളിയെ സംബന്ധിച്ചിടത്തോളം ആ കൊലപാതകം. ആദ്യം സിലിയുമായി സൗഹൃദം നടിച്ചു.
ആൽഫൈനെ നഷ്ടപ്പെട്ട സിലിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഡിപ്രഷൻ മാറ്റാൻ മഷ്റൂം ഗുളിക നല്ലതാണെന്നും പറഞ്ഞ് സിലിക്ക് അത് കൊടുത്തു. ദന്താശുപത്രിയിൽ സിലിയും ജോളിയും പോയപ്പോഴാണ് സിലി കൊല്ലപ്പെടുന്നത്. അതും ഹാർട്ട് അറ്റാക്ക് എന്നാണ് ജോളി എല്ലാവരോടും പറഞ്ഞു നടന്നത്. അന്നമ്മയുടെ സഹോദരൻ മഞ്ചാടി മാത്യു ആയിരുന്നു ജോളിയുടെ അടുത്ത ലക്ഷ്യം. മഞ്ചാടി മാത്യുമൊത്താണ് ആദ്യമായി ജോളി കൂടത്തായിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. അങ്ങനെയാണ് റോയിയെ പരിചയപ്പെടുന്നതും. റോയിയുടെ മരണത്തിൽ മഞ്ചാടി മാത്യുവിന് സംശയങ്ങളുണ്ടായിരുന്നു. അദ്ദേഹമാണ് പോസ്റ്റ്മോർട്ടം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇത് ജോളിയെ വളരെ കോപാകുലയാക്കി. ഷാജുവിനൊപ്പം എന്നെന്നും സന്തോഷ ജീവിതം ആഗ്രഹിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ ജോളിക്ക് മാത്യുവിനെ ഇല്ലാതാക്കേണ്ടത് അനിവാര്യമായി. അങ്ങനെ അദ്ദേഹത്തെയും അവൾ വകവരുത്തി. റോയിയുടെ കുടുംബ സ്വത്തുക്കൾ എല്ലാം ജോളി തന്റെ പേരിലേക്ക് മാറ്റിയ വിവരം സഹോദരങ്ങൾ എതിർക്കുകയും കേസ് ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് റോയിയുടെ മരണ സർട്ടിഫിക്കറ്റ് വായിച്ചു നോക്കിയ റോയിയുടെ സഹോദരി രഞ്ജിക്ക് തോന്നിയ സംശയമാണ് പോലീസിൽ പുനരന്വേഷണത്തിന് പരാതി കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അങ്ങനെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കല്ലറ തുറക്കുകയും അഴുകിയ ശവശരീരങ്ങൾ പുറത്തെടുക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് പോലീസിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചു. പ്രീ ഡിഗ്രി വരെ മാത്രം പഠിച്ച ജോളിയുടെ കയ്യിൽ എം.കോം പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു. റോയിയുടെ പിതാവായിരുന്ന ടോം നടത്തിയിരുന്ന ഒരു സ്ഥാപനത്തിൽ വരുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പി എടുത്തു വെച്ചിരുന്നു. ആ സർട്ടിഫിക്കറ്റുകളിലെ പേരുകൾ തിരുത്തി അത് ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് ജോളി സർട്ടിഫിക്കറ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാക്കിയിരുന്നത്. അന്വേഷണങ്ങളുടെ ഭാഗമായി കോഴിക്കോട് NIT കോളേജിൽ പോയി അന്വേഷിച്ച പോലീസിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. അവിടെ ജോളി ജോസഫ് എന്ന് പറഞ്ഞൊരു അധ്യാപിക ഉണ്ടായിരുന്നു പോലുമില്ല. അതെല്ലാം ജോളി ഉണ്ടാക്കിയ കഥകളായിരുന്നു. സയനൈഡിനെ പറ്റി പത്രവാർത്തയിൽ നിന്നാണ് ജോളി അറിഞ്ഞത്. സ്വർണ്ണപ്പണിക്കാർക്ക് മാത്രമേ സയനൈഡ് ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ജോളി തന്ത്രപൂർവ്വം സ്വർണ്ണക്കട ജീവനക്കാരനും ബന്ധുവുമായ MS മാത്യുവുമായി ബന്ധം സ്ഥാപിച്ചു. വീടിന്റെ പരിസരത്ത് ശല്യം ചെയ്യുന്ന പട്ടിയെ കൊല്ലാനായാണ് വിഷം എന്ന് ജോളി ആദ്യം കള്ളം പറഞ്ഞു. ജോളി തന്റെ മൂത്ത മകനോട് നടത്തിയ വെളിപ്പെടുത്തലാണ് പിന്നീട് കേസിന് വഴിത്തിരിവായത്. അങ്ങനെ തെളിവുകളുടെയും 200ഓളം സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ 2019 അവരെയും കൂട്ടുപ്രതിയായ MS മാത്യുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾ ആമസോൺ മ്യൂസിക്കിലോ സ്പോട്ടിഫൈയിലോ ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും റേറ്റ് ചെയ്യാനും മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.